അമേരിക്ക സഖ്യസേന ഇറാൻ എന്ന പരമാധികാര രാഷ്ട്രത്തേക്ക് കടന്നു കയറി പരമാധികാരി അടക്കം കൊലപ്പെടുത്തിയതോടെ പശ്ചിമേഷ്യയാകെ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുന്നു. ഈ യുദ്ധത്തിൽ ഇറാനെ ഏതെങ്കിലും രാജ്യം പിന്തുണ നൽകുന്നുണ്ടോ? നമുക്ക് പരിശോധിക്കാം. റഷ്യയും ചൈനയും ഉത്തര കൊറിയയും അടക്കമുള്ള രാജ്യങ്ങൾ ഇറാന് പിന്തുണ നൽകുന്നുണ്ടെങ്കിലും അവരാരും യുദ്ധത്തിൽ നേരിട്ട് ഭാഗമാകുന്നില്ല. എങ്കിൽ ആരൊക്കെയാണ് ഇറാന് വേണ്ടി ആയുധമെടുത്ത് ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരെ രംഗത്തിറങ്ങിയിരിക്കുന്നത്? ഹിസ്ബുള്ള. ഇറാന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച ഇസ്രയേലിനെതിരായ യുദ്ധത്തിൽ പങ്കാളിയായ ഏറ്റവും വലിയ സായുധ ഗ്രൂപ്പാണ് ലെബനൻ ആസ്ഥാനമായ ഹിസ്ബുള്ള. ഇതിനകം തന്നെ ഹിസ്ബുള്ളയും ഇസ്രയേലിനും ഇടയിൽ യുദ്ധസമാനമായ ആക്രമണമാണ് പുരോഗമിക്കുന്നത്. ഇസ്രയേൽ അധിനിവേശം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് 1982 ലെബനൻ കേന്ദ്രീകരിച്ച് രൂപീകരിച്ച ഷിയ മുസ്ലിം സായുധ ഗ്രൂപ്പാണ് ഹിസ്ബുള്ള. ലെബനിലേക്കുള്ള ഇസ്രയേൽ അധിനിവേശം ഫലപ്രദമായി തടഞ്ഞ ഹിസ്ബുള്ള ഇറാന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് പ്രവർത്തിക്കുന്നത്. പലസ്തീനികൾക്കെതിരെ ഇസ്രയേൽ ആക്രമണം നടത്തുമ്പോഴെല്ലാം ആദ്യം തിരിച്ചടിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഹിസ്ബുള്ള. ആയത്തുള്ള ഖമേനിയുടെ രക്തസാക്ഷിത്വത്തിന് പകരം വീട്ടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള യുദ്ധമുഖത്ത് നേരിട്ട് രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. ടാങ്കറുകളെ തകർക്കാൻ ശേഷിയുള്ള മിസൈലുകൾക്കൊപ്പം ഡ്രോണുകളുടെയും റോക്കറ്റുകളുടെയും വലിയ ശേഖരം ഹിസ്ബുള്ളയുടെ കൈവശമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അടുത്തത് ഹൂത്തികൾ. 90കളിൽ യമനിലെ ഷിയ വിഭാഗങ്ങൾക്കിടയിൽ രൂപം കൊണ്ട സായുധ ചെറുത്തുനിൽപ്പ് ഗ്രൂപ്പായ അൻസാർ അള്ളാ എന്ന ഗ്രൂപ്പാണ് ഹൂത്തികൾ എന്നറിയപ്പെടുന്നത്. സലഫി ആശയധാരയെ പ്രതിരോധിക്കുന്നതിനോടൊപ്പം മേഖലയിലെ ഇസ്രയേൽ ഭീഷണി അവസാനിപ്പിക്കുകയും ലക്ഷ്യമിട്ടാണ് ഉസൈൻ അൽ ഹൂത്തി ഇറാന്റെ പിന്തുണയോടെ അൻസാർ അള്ളാ ഗ്രൂപ്പിന് രൂപം നൽകിയത്. അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങൾ എന്ന നിലയിൽ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളും ഹൂത്തികളുടെ നിരന്തര ആക്രമണത്തിന് ഇരയാകുന്നുണ്ട്. സൗദിയുമായി നേരിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമായതിനാൽ തന്നെ എണ്ണ ഖനന കേന്ദ്രങ്ങളെ അടക്കം ലക്ഷ്യം വെച്ച് നിരവധി ആക്രമണങ്ങളാണ് ഹൂത്തി സേന ആയത്തുള്ള അലി ഖമേനിയുടെ കൊലപാതക ശേഷം നടത്തുന്നത്. അബുദാബി അടക്കമുള്ള രാജ്യങ്ങളും ഹൂത്തികളുടെ ആക്രമണശേഷിയുടെ പരിധിയിലാണ്. ചെങ്കടലിലെ കപ്പൽ പാതകളും ഏതൻ കടലിടുക്കും ഹൂത്തി സേനയുടെ പിന്തുണയില്ലാതെ മുറിച്ചു കടക്കാൻ ദുഷ്കരമാണ്. ഹമാസും ഇസ്ലാമിക് ജിഹാദും സുന്നി സംഘടനകളാണെങ്കിലും ഇറാനെ പിന്തുണയ്ക്കുന്നവയാണ്. ഇസ്രയേൽ ഗാസ അധിനിവേശത്തിന് ശേഷം പൊതുവെ പ്രതിരോധശേഷി കുറഞ്ഞുവെങ്കിലും പരിമിതമായ ആക്രമണങ്ങളിലൂടെ ഇറാനുള്ള പിന്തുണ ഈ സംഘടനകളും അറിയിക്കുന്നുണ്ട്. ഷിയ മിലിറ്റന്റ് ഇറാഖിൽ നിന്നുള്ള ഷിയ സായുധ ഗ്രൂപ്പുകളും ഖമേനിയുടെ കൊലപാതകത്തോടെ അമേരിക്കയ്ക്കെതിരായിട്ടുള്ള ആക്രമണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇറാഖിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കും അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ താമസ കേന്ദ്രങ്ങൾക്കും നേരെ തുടർച്ചയായ ആക്രമണമാണ് ഷിയ സായുധ ഗ്രൂപ്പുകൾ നടത്തുന്നത്. സിറിയയിലെ സായുധ ഗ്രൂപ്പുകൾ ബാഷ അൽ അസദിന്റെ ഭരണകൂടത്തെ അട്ടിമറിച്ചതിന് ശേഷം ഉടലെടുത്ത ഷിയ സായുധ ഗ്രൂപ്പുകളും ഇസ്രയേലിനെതിരായ ആക്രമണത്തിനൊരുങ്ങുന്നതായാണ് വിവരം. ഹിസ്ബുള്ളയുടെ പിന്തുണയോടെയാണ് സിറിയയിലെ ഷിയ സായുധ ഗ്രൂപ്പുകളുടെ ആക്രമണം.